നാം ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു പോകുന്നു. അവളുടെ രൂപം, ശബ്ദം, മുഖം, കണ്ണുകൾ, നടക്കുന്ന രീതി, അവളുടെ അംഗചലനങ്ങൾ, അവൾ നിങ്ങൾക്ക് തൊട്ടരികിലുണ്ട്. പക്ഷെ അവൾ അജ്ഞാതമായ ഒരു വ്യക്തിയാണ്. കൂടുതൽ അന്വേഷിക്കുവാൻ പുരുഷൻ തയ്യാറാകുന്നു. നിങ്ങൾ വല്ലാത്തൊരു പ്രണയവലയത്തിൽ അതാ അകപ്പെട്ടു കഴിഞ്ഞു. ഓഷോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഓടിയൊളിക്കുവാൻ തുനിയുന്നു. അവൾ കൂടുതൽ അകന്നു മാറുമ്പോഴും നിങ്ങൾക്ക് അവളിൽ പ്രിയം വർദ്ധിക്കുന്നു. അതെ, ഞാൻ തയ്യാറാണ് എന്നവൾ പറഞ്ഞു എന്നിരിക്കട്ടെ, നിങ്ങളുടെ പകുതി ഉത്സാഹം അവിടെ തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്തുടരുവാൻ അവൾ നിങ്ങൾക്ക് അവസരം നൽകുന്നു. പുരുഷൻ മൗലികമായി ഒരു വേട്ടക്കാരനാണ്. അതുകൊണ്ട് അവൻ സ്ത്രീയെ നിരന്തരം പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വേട്ടക്കാരൻ വശീകരണത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വേട്ടക്കാരൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ, അവളെ തന്റെ കരവലയത്തിൽ ഒതുക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ അയാൾ മടിക്കില്ല. അങ്ങനെ കാലഘട്ടത്തിനും സമയത്തിനും അനുസരിച്ച് വേട്ടക്കാരൻ നിരവധി പ്രയത്നങ്ങൾ നടത്തുകയും ചെയ്യും. ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. പക്ഷെ വേട്ടക്കാരൻ തളരില്ല. കാരണം ഇരകൾ സമൂഹത്തിൽ ഏറെയുണ്ടല്ലോ. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അവൻ സ്വയം സമാധാനിക്കുകയായി